പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി അനുവദിക്കൂ എന്നറിയപ്പെടുന്ന ഒരു പാറക്കോറിയുടെ പബ്ലിക് ഹിയറിംഗ് നാളെയാണ്. എന്നാൽ ഈ പാറക്കോറിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരു സമരപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ സമരവുമായി ബന്ധപ്പെട്ട, ആ കോറിയുമായി ബന്ധപ്പെട്ട, നാളെ നടക്കുന്ന ഹിയറിംഗുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമായി നമ്മുടെ പ്രേക്ഷകരോടൊപ്പം ഇപ്പോൾ ചേരുന്നത് CPIM-ന്റെ ചടയമംഗലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശ്രീ TS പത്മകുമാർ അവർകളാണ്. നമസ്കാരം സഖാവേ. ഇന്നിപ്പോൾ ചടയമംഗലത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം നാളെ നടക്കുന്ന പാറക്കോറിയുമായി ബന്ധപ്പെട്ട നാളെ നടക്കുന്ന പബ്ലിക് ഹിയറിംഗ് ആണ്. അവിടെ കോൺഗ്രസ് കോറികൾക്കെതിരെ സമരരംഗത്തെത്തുന്നു. ഇതിനെ സഖാവ് എങ്ങനെ നോക്കിക്കാണും? ഈ പാറ ഖനനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ല. ഒരു നടപടി ആയിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നാളെ നടക്കാൻ പോകുന്ന ഒരു പബ്ലിക് ഹിയറിംഗ് ആണ്. പൊതുജനത്തിന് ഇതിനെ സംബന്ധിച്ച് കണ്ണമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 2 കോറികൾ തുടങ്ങാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഒരു പാറക്കോറിയും നിയമവിരുദ്ധമായി നടത്തുന്നതിനുള്ള ഒരു സഹായവും പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ശക്തമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യും. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പാറഖനനമായാലും അത്തരത്തിലുള്ള, അതുപോലെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും അവിടെ അനുവദിക്കത്തില്ല. നാളെ നടക്കുന്നത് ഈ നാട്ടുകാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു പബ്ലിക് ഹിയറിംഗ് മാത്രമാണ്. കോൺഗ്രസ് പച്ചയായിട്ട് രാഷ്ട്രീയം കളിക്കുകയാണ്. അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ വളർത്തിയെടുത്ത് അതിനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള വെറും പൊറാട്ട് നാടകം മാത്രമാണ് ഈ നടക്കുന്നത്. അല്ലാതെ ഇവിടെ ഇപ്പോൾ എന്ത് സാഹചര്യമുള്ളത്? പഞ്ചായത്തിൽ ആരുടെയെങ്കിലും ഒരു അപേക്ഷ വന്നു, മറ്റേതെങ്കിലും തരത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ ഈ പാറ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പേപ്പറുകൾ അവിടെ ഉണ്ടോ? ഒന്നുമില്ല. നാളത്തെ ദിവസം പൊതുജനത്തിന് പറയാനുള്ള കാര്യങ്ങൾ മൈനിങ് ആൻഡ് ജിയോളജി, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തുകൊണ്ട് അവിടെ പബ്ലിക് ഹിയറിങ്ങിന് വെക്കുകയാണ്. അത് ചെയ്തേക്കെന്താണ്? ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ കിട്ടിയതിന് ശേഷം മാത്രമേ പഞ്ചായത്തിലേക്ക് അവർക്ക് ലൈസൻസിലുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ആപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കൽ, അതാണ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പഞ്ചായത്തിനെ ഇക്കാര്യത്തിൽ ക്ഷണിച്ചിട്ടില്ല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടില്ല, പഞ്ചായത്ത് മെമ്പർമാരെ ക്ഷണിച്ചിട്ടില്ല, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അവർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇതാണ് സത്യമെന്നിരിക്കെ, യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ കോൺഗ്രസ്സുകാരെന്തിനാ സമരത്തിന് പോകുന്നേ? അവിടെ 2 പെർമിറ്റ് കൊടുത്തോ? പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനുവാദം അതിന് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷ പഞ്ചായത്തിൽ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. നാളെ പറയാനുള്ളത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ നാട്ടുകാർക്ക് അവസരം കൊടുക്കുന്നു. അവർ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും 90% അവിടെ കൊണ്ട് അവർ അവസാനിപ്പിക്കും. എന്ന് മാത്രമല്ല, ഇതെല്ലാം കേന്ദ്ര നിയമങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് കോറികളെല്ലാം പ്രവർത്തിക്കുന്നത്. ആ കോറികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്ത്, ഇവിടെ നല്ല എവിടെ ആയാലും നമ്മുടെ പ്രദേശത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും അനുവദിക്കത്തില്ല. ആയിരവല്ലിപ്പാറ സമരം നടത്തില്ലേ എളമാട് പഞ്ചായത്തിൽ? ആയിരവല്ലിപ്പാറ സമരം നടന്നപ്പോൾ അതിനോടൊപ്പം 100% ആ സമരത്തിൽ ജനങ്ങളോടൊപ്പം ഉറച്ചു നിന്ന് വലിയ പ്രക്ഷോഭ സമരം നടത്തിയ പാർട്ടിയാണ് CPM. ഇവിടെയും അതുതന്നെയായിരിക്കും ഞങ്ങളുടെ നിലപാട്. CPM-നെ സംബന്ധിച്ച് പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള നിലപാടുകളും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല, യൂണിയന്റെ ഭാഗത്തും ഉണ്ടാകത്തില്ല, മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. അക്കാര്യം ഈ അവസരത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഉറപ്പു തരിക.